ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യുഎസിൻ്റെ സീരീസ് തുടരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് വൈറ്റ് ഹൗസിലേക്കാണ്. യുഎസിൻ്റെ ഭരണസിരാ കേന്ദ്രമായ വൈറ്റ് ഹൗസ്. ഇവിടുന്ന് നടക്കേണ്ട ദൂരമുള്ളൂ നമുക്ക്. ഇപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നു. തെറ്റില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊന്നുമല്ല. ഒരു US ബേസ് സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ ശരിക്കും വൈറ്റ് ഹൗസിലേക്ക്. അപ്പം ഒരു 2 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ചുവടുള്ള ഒരു ദൂരം. അപ്പോൾ തണുപ്പും ഈ റോഡിലൊക്കെ ഐസും കാരണം നമുക്ക് കുറച്ച് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നടന്നെത്തേണ്ട ദൂരമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വൈറ്റ് ഹൗസിലേക്ക്. അപ്പോൾ ഇന്നും ഐസിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. നമ്മളെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ആ ഒരു വ്യൂ ആണിത്. ആ ഓറഞ്ച് കളർ കാണുന്നതൊക്കെ സ്കൂൾ ബസ്സുകളാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിലെ ബസ്സുകളാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ബസ്സുകൾ പോയി. അപ്പോൾ ആ പോയ ബസ് ആ പാർക്ക് ചെയ്ത സമയത്ത് ഐസ് വീഴാത്തൊരു സ്ഥലമാണ് നമ്മളവിടെ ബ്ലാങ്കായിട്ട് കണ്ടിരുന്നത് കേട്ടോ. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ്. ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിടാൻ പറ്റിയ വലിയൊരു ഗ്രൗണ്ട്. പക്ഷേ അതിൻ്റെ റോഡിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ കാലിയാണ്. അവിടെയൊക്കെ രാവിലെ തന്നെ ഉപ്പ് വെതറിങ്ങാണ്ട് പോയതാണ്. ഉപ്പ് വിട്ടാൽ അത് മെൽട്ടാവും തോന്നുന്നു. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ രാവിലത്തെ ഒരു വ്യൂ. ചെരിഞ്ഞ സൂര്യപ്രകാശം ഈ ഏരിയയിലേക്ക് ബിൽഡിങ്ങിൻ്റെ മറവായിട്ട് അവിടേക്ക് വെയിലൊന്നും എത്തിയില്ല. നമ്മളിപ്പോൾ ഹോട്ടൽ അയാട്ടിൽ ആണുള്ളത്. ഇനി അവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നല്ലൊരു സെൻറ്ററായിട്ട് തന്നെ നല്ലൊരു ഹോട്ടലാട്ടോ അയാട്ട് പാലസ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാണിച്ചില്ലേ, അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ. ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുക 11ാം നിലയിലേക്ക് പോകുന്നൊരു ക്രെയിന്. അത് അവിടെ എന്തോ മെയിൻ്റനൻസ് ഉണ്ട്. മെയിൻ്റനൻസ് സ്റ്റാഫുമായിട്ടാണ് അത് പോകുന്നത്. കുറച്ച് മുട്ടടിക്കും കേട്ടോ ഇത്. കാരണം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരു കുത്തര സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞാൽ അത് മറിഞ്ഞു വീഴും. പക്ഷെ അങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. താഴേക്കൊന്നും കാണില്ല നമ്മൾ. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മളെ നേരെ വിൻഡോൻ്റെ നേരെ പുറത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തോ ക്ലീനിങ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തണുത്ത് കുറഞ്ഞ വാഷിങ്ടൺ DC തെരുവിലൂടെയുള്ള നമ്മളെ യാത്ര തുടർന്നു കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. നമുക്ക് ഈ സിറ്റിയൊക്കെ കണ്ടു പോകാൻ നമുക്ക് നടത്തേ ശരിയാവുള്ളൂ. നടക്കുന്ന ഭാഗത്തൊക്കെ ഉപ്പിട്ടത് കൊണ്ട് അവിടെ നടക്കാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഈ ഒരു ഏരിയയിൽ ഒത്തിരി ഇൻ്റർനാഷണൽ ഹോട്ടലുകളുണ്ട് കേട്ടോ. ഒരു തിരക്ക് പിടിച്ച ഭാഗമാണ് ഇത്. പക്ഷെ ഇപ്പോൾ കാലത്ത് തന്നെ ആയതുകൊണ്ടായിരിക്കും വലിയൊരു ട്രാഫിക്കൊന്നും കാണില്ല. നല്ല മനോഹരമായൊരു സിറ്റി കേട്ടോ. എല്ലായിടത്തും നടപ്പാതയിൽ മാത്രം ഐസ് ഉണ്ടാവില്ല. നമ്മളോട് ടാറ്റ പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷുകാരൻ പോയി ഇപ്പോൾ അതിൽ. നല്ല മനോഹരമായ ബിൽഡിങ്ങുകൾ, നല്ല ടൗണ്, നല്ല ട്രാഫിക് സംവിധാനങ്ങൾ. നോക്കിയാൽ ഫുൾ ഐസാണ് കേട്ടോ. ഇവിടുത്തെ മരങ്ങളൊക്കെ ഇല പൊഴിയുന്ന കാലങ്ങളാണിത്. അപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിലൊന്നും ഒരൊറ്റ ഇലയും നമ്മൾ കാണുന്നില്ല. അപ്പുറത്ത് അതൊരു പ്രത്യേക കളറടിച്ചൊരു ബിൽഡിങ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ടേ, നമ്മളിപ്പോൾ വൈറ്റ് ഹൗസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ വൈറ്റ് ഹൗസ് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് US ക്യാപിറ്റോൾ കാണാനുണ്ട്. ക്യാപിറ്റോളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റോൾ ഏരിയ അതിൻ്റെ ഒരു ഫ്രണ്ടിലാണ് നമ്മളുള്ളത് കേട്ടോ. വിസ്താരമായ റോഡുകൾ, 4 ഭാഗത്തേക്കുള്ള റോഡുകൾ, 6 വരി പാത റോഡ്. ആ നേരെ കാണുന്നതാണ് ക്യാപിറ്റോൾ. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ക്യാപിറ്റോളായിട്ട് ബന്ധപ്പെട്ടുള്ള റോഡുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റോളിൻ്റെ ആ ഗ്രൗണ്ടിലെത്തും. ഇനി അവിടെ വേറെ എന്തെങ്കിലും സെക്യൂരിറ്റി ചെക്കോ ഉണ്ടോയെന്നറിയില്ല. കാരണം USൻ്റെ ഒരു മെയിൻ ബിൽഡിംഗ് ആണ് വെച്ചാൽ ഭരണസിരാ കേന്ദ്രമാണ് ശരിക്കും ക്യാപിറ്റോൾ. അപ്പോൾ ഇനി നമുക്ക് ഈ റോഡൊന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടേ അപ്പുറത്തെത്താം. ക്യാമറയും പിടിച്ചിങ്ങനെ നടന്നാൽ നമ്മളെയും കൊണ്ട് ഏതെങ്കിലും വാഹനം പോകും. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഡിസൈൻ മാർബിളിൽ ഡിസൈൻ ചെയ്താട്ടോ. അതിൻ്റെ മുകളിൽ മഞ്ഞിൻ്റെ കലാവിരുദ്ധവും കാണാം. അപ്പോൾ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. വളരെ മനോഹരമായി പരിപാലിക്കുന്ന ഒരു അങ്കണമാണ് കേട്ടോ ഈ ക്യാപിറ്റോളിൻ്റെ ഫ്രണ്ടിലുള്ള. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഇവിടുന്ന് ഞാൻ ചെറിയൊരു കലാവിരുദ്ധം നോക്കിയതാണ്. VPG എന്ന് എഴുതാൻ വേണ്ടി, ഐസിൽ എഴുതാൻ വേണ്ടി നോക്കിയതാണ്. വെറുതെ ഒരു തമാശ. അപ്പോൾ ക്യാപിറ്റോളിൻ്റെ മുന്നിൽ നമ്മൾ ക്യാപിറ്റോളിന് സമീപെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് ഇനി ക്യാപിറ്റോളിൽ കയറണമെങ്കിൽ ഇതിൻ്റെ താഴേക്കൊന്ന് ഇറങ്ങിപ്പോയിട്ട് അവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്കൊന്ന് താഴേക്ക് പോയി നോക്കാം. US ക്യാപിറ്റോൾ വിസിറ്റർ സെൻ്ററാണ്. അപ്പോൾ ഇവിടെയാണ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉള്ളത്. ഇതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ക്യാപിറ്റോൾ. ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് വെറും ക്യാപിറ്റോൾ എന്നാണ് കേട്ടോ. 5 നിലകളിലായി 165 ഏക്കറിലധികം വ്യാപിച്ച് കിടക്കുന്ന ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത ആർക്കിടെക്റ്റ് വില്യം തോഡനാണ്. 1793 നിർമ്മാണം ആരംഭിച്ച ക്യാപിറ്റോൾ
1800 പണി പൂർത്തിയായെങ്കിലും തുടർന്ന് പല പ്രാവശ്യം അതിൻ്റെ എക്സ്റ്റൻഷനും റിനോവേഷനും ഒക്കെ നടന്ന് 1962 ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലേക്ക് എത്തിയത്. ക്യാപിറ്റോൾ ഹില്ലിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ പാർലമെൻറ്റ് മന്ദിരം കൂടിയാണ് കേട്ടോ ഈ ക്യാപിറ്റോൾ. യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആസ്ഥാനവും US ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ സമ്മേളന മന്ദിരവുമാണ് കേട്ടോ ക്യാപിറ്റോൾ. ഈ കെട്ടിടത്തിൻ്റെ കിഴക്കേ അറ്റത്തായിട്ട് നാഷണൽ മാൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു നിയോ ക്ലാസിക്കൽ വാസ്തുശൈലിയിൽ നിർമ്മിച്ച ക്യാപിറ്റോൾ വെള്ള നിറത്തിലാണുള്ളത്. ഇതിൻ്റെ പ്രധാന ആകർഷകമായ മകുടം വർഷങ്ങൾക്ക് ശേഷം കൂട്ടിച്ചേർത്തതാണ്. അങ്ങനെ ഒത്തിരി സ്റ്റെപ്പുകൾ കറങ്ങി നമ്മൾ താഴെ എത്തി. ഇവിടെയാണ് സെക്യൂരിറ്റി ചെക്കൊക്കെ ഉള്ളത്. നമ്മളെ ബാഗ് പരിശോധിക്കും. പിന്നെ നമ്മളെ കയ്യിൽ കുപ്പി വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതേമാതിരി ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു തരും എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഉള്ളോട്ട് പോകണം, ഉള്ളിലെ വിശേഷങ്ങൾ കാണണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോ കഴിഞ്ഞിട്ടു. അതിൻ്റെ അകത്ത് നമുക്ക് ഷൂട്ടിംഗ് നിരോധിച്ചാണ്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഇനി ഭാഗത്തുകൂടി കറങ്ങുകയാണ്. വളരെ മനോഹരമായൊരു ഉൾവശമാണ് ഇതിൻ്റെ. ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ ഇൻറ്റീരിയർ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ പേരുടെ പഴയകാല നേതാക്കന്മാരുടെ സ്റ്റാച്യുകൾ അവിടെ കാണാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അവരുടെ ഭരണകാലഘട്ടം ഒക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് സുപ്രീം കോർട്ട് ചേംബറാണ് കേട്ടോ. 1810 തൊട്ടിട്ട് 1860 വരെ സുപ്രീം കോർട്ട് ചേംബറായിട്ട് വർക്ക് ചെയ്ത സ്ഥലമാണിത്. 50 വർഷക്കാലം അതിൻ്റെ ഇൻസൈഡാണിത്. അതൊക്കെ അതേമാതിരി തന്നെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ടാവും. അല്ലാണ്ട് ഇത്രയും വൃത്തിയിലൊന്നും അങ്ങനെ കാണാൻ സാധ്യതയില്ലല്ലോ. അപ്പം വളരെ മനോഹരമായി നോക്കി അതിൻ്റെ സീലിംഗ് ഒക്കെ നോക്കി. അപ്പോൾ ശരിക്കും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയ അവരുടെ ഭരണസ്ഥിര കേന്ദ്രമാണെങ്കിൽ കൂടി ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഇത്. നമ്മളെ മകുടല്ലേ, മകുടത്തിൻ്റെ ഉൾവശമാണ് കേട്ടോ ഈ കാണുന്നത്. ഉള്ളിൽ നിന്ന് നോക്കിയാൽ കാണുന്നതാണ്. വളരെ ഹൈറ്റിലായിട്ട് കാണുന്നതാണ്. എല്ലാവരും അട്ടത്തേക്ക് നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു വൺ ഡേ ടൂറിൻ്റെ ഒരു സമയം ഇതിൻ്റെ അകത്ത് തന്നെ ചിലവഴിക്കാം. ഒത്തിരി ഭാഗം കാണാനുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഇവർ തന്നെ ഏർപ്പാടാക്കുന്ന ഒരു ഗൈഡ് നമുക്കുണ്ടാവും. അവർ ഫുള്ളായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് തരും. നമ്മളെ കൂടെ ഉള്ളത് ഒരു വനിതാ ഗൈഡാണ്. അവരെ ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കി ഇതിൻ്റെ ഇൻസൈഡിലുള്ള ഓരോ പില്ലറുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഫ്ലോറൊക്കെ തിളങ്ങി കിടക്കുന്ന ഫ്ലോറുകൾ, അത് ഒരു പ്രത്യേക വൈബുള്ള ഒരു കളറും അതിനനുസരിച്ചുള്ള പെയിൻറ്റിങ്ങും ഒക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളെ ഗൈഡ് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് വിശദീകരിക്കുന്ന കേൾക്കുന്നതിൽ കൂടുതൽ ഞാനിത് പകർത്തേണ്ടതിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോകുന്നത്. കാരണം അത്രയും മനോഹരമായ ഒരു ഉൾവശമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ അടുത്തതൊക്കെ ഇനി ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടുത്തെ വാളുകൾ മൊത്തം സ്റ്റാച്ചു കൊണ്ട് പെയിൻറ്റിങ്ങുകൾ കൊണ്ട് ഒക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഇവരുടെ ചരിത്രങ്ങളൊക്കെ ഈ പെയിൻറ്റിങ്ങുകൾ വിളിച്ചു പറയും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് വിശദീകരിച്ചിട്ടുമുണ്ട്. ഒത്തിരി സ്റ്റാച്യുകൾ, ഭരണാധികാരികളുടെ സ്റ്റാച്യുകളാണ് അവിടെ കാണുന്നത് നമ്മൾ. ഇതിൻ്റെ ടോപ്പ് സൈഡിൽ അവിടെയൊക്കെ കണ്ടില്ലേ, ഫുള്ള് സ്റ്റാച്യുകളാണ്, ഫുൾ റൗണ്ടിൽ. അതൊക്കെ അവരുടെ ചരിത്രങ്ങൾ വിളിച്ചോതുന്ന കേട്ടോ. ഭടന്മാരെയും പട്ടാളക്കാരെയും ആയുധങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളെ കാണാം. ഇതിൻ്റെ വേറെ ഒരു ഭാഗത്തുള്ള ചെറിയൊരു ഭാഗത്തുള്ള ഒരു മകുടത്തിൻ്റെ ഇൻസൈഡാണ് കേട്ടോ. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന് പറഞ്ഞ വരെ നമ്മൾ ഓരോ റൂമും ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇതാ കാണാം ക്യാപിറ്റോൾ ടൂർസ് അവരുടെ ഓൾഡ് ചേംബറിലേക്കുള്ള ഒരു വഴിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടുന്ന് താഴേക്ക് ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ചാൻലിയർ ലൈറ്റുകളൊക്കെ ഇവിടെ കാണാം നമുക്ക്. ഒരു 25ഓളം നമ്മളെ ഗ്രൂപ്പിൽ ഒരു 25ഓളം ആളുകളുണ്ട് കേട്ടോ. അടിപൊളി. മൈസൂർ പാലസാണ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഇതിൻ്റെ ഒരു റൂമിൻ്റെ ഒരു ഡെക്കറേഷനേ ഉള്ളൂ മൈസൂർ പാലസിൽ ടോട്ടലി ഉണ്ടാവുക. ഇതാണ് ഓൾഡ് ചാമ്പറിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ. എങ്ങനെ ഈ കളറൊന്നും ഇങ്ങനെ ഫെയ്ഡ് ആവാതെ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ ആശ്ചര്യപ്പെടുത്തും കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു വശത്ത് വിസിറ്റേഴ്സ് ചുറ്റിക്കറങ്ങുമ്പോൾ ഈ കാണുന്ന ഭാഗത്ത് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അസംബ്ലീൻ്റെ 4 അയലത്ത് കൂടി പോലും ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. അത്രയും വളരെ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ഒക്കെ കാണും.
റെഡ് ജാക്കറ്റ് ധരിച്ച ലേഡി കേട്ടോ നമ്മളെ ഗൈഡ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഇൻസൈഡ് ടൂറ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അവർ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മളിതിൻ്റെ 5ാമത്തെ നിലയിൽ നിന്ന് പുറത്തേക്ക് കാണുന്നൊരു വ്യൂ ആണ്. നീണ്ടു കിടക്കുന്ന റോഡ് കാണാം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലായിട്ട്. അതിമനോഹരം എന്ന് തന്നെ ഇതിന് പറയാനുള്ളൂ. ഇതിൻ്റെ ഒരു കൺക്ലൂഷനാണ്. ഇതിനോട് ചേർന്നിട്ട് തന്നെ വിപുലമായ ഒരു സുവനീർ ഷോപ്പും ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് US ഫ്ലാഗ് വാങ്ങിച്ചു. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ അതൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്, അതൊരിപ്പോൾ വെറൈറ്റി ആയിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ അത് നോക്കി. പിന്നെ ഇതിൻ്റെ മുകളിലൊരു US ലൈബ്രറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് കാണാമെന്നുള്ള നിലയിലാണ് നമ്മൾ പോകുക. അതിന് നമുക്ക് ഗൈഡൊന്നുമില്ല, നമുക്ക് പോയിട്ട് ലൈബ്രറി വിസിറ്റ് ചെയ്തിട്ട് വരാം. നമ്മൾ അവിടേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ US കോൺഗ്രസ് എന്ന് ഇറങ്ങിയിട്ട് ഒരു ടണൽ വഴി തൊട്ടടുത്തുള്ള US ലൈബ്രറി ഓഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ പോകണം. അവിടേക്ക് നമുക്കൊരു പ്രീ ബുക്കിംഗ് വേണം. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടിക്കറ്റ് നമ്മൾ കയ്യിലുണ്ട്. 2 മണിക്കാണ്, ഇപ്പോൾ 1:45 അപ്പോൾ അവിടേക്കുള്ള നടത്തത്തിലാണ്. ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ ഈ ലൈബ്രറിയിലേക്ക്. അപ്പോൾ അത് ടണലിൽ കൂടി തന്നെയാണ്. അതൊക്കെ നമ്മൾ താണ്ടി വന്നു. നമ്മളെ ലഗേജ് ഉണ്ടെങ്കിൽ അത് ഇവിടെ വീണ്ടും നമുക്ക് സ്കാൻ ചെയ്യണം. നമ്മൾ ചെറിയ ബാഗാണ്, അത് സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിൽ കയറി. ഇവിടേക്ക് ഇത് മുകളിലേക്ക് വഴി കാണിച്ചിട്ടുണ്ട് നമുക്ക്. ആ സ്റ്റെപ്പൊക്കെ കയറി നമ്മളിത് മുകളിലേക്ക് പോവുകയാണ്. ആ സ്റ്റെപ്പുകളൊക്കെ കയറി കഴിഞ്ഞ് നമ്മൾ അവസാനം എത്തുന്നത് ലൈബ്രറി കോൺഗ്രസ് ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അത്ര ഒരു കൺസ്ട്രക്ഷനാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ലേ, ഇത് എവിടേക്ക് നോക്കിയിട്ട് ഏതാ എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത്രയും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടീൻ്റെ ഒരു മിനിയേച്ചർ അവിടെ കാണാം നമുക്ക്. നമ്മൾ ആ സ്റ്റാച്യു കാണുന്ന ആ ബിൽഡിങ്ങിൽ കയറിയിട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇപ്പോൾ ടണലിൻ്റെ അടിയിൽ കൂടിയൊക്കെ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇത്തിരി ദൂരം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് നടന്നു കേട്ടോ. പിന്നെ ഹാളിൽ ഒക്കെ കണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലൈബ്രറി കോൺഗ്രസ് ഹാളിലാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് മുകളിൽ കയറിയാൽ മൊത്തം സിറ്റി കാണുന്ന പറഞ്ഞത്. നോക്കട്ടെ, നമ്മൾക്ക് മുന്നിൽ ഇതാ ലൈബ്രറി കോൺഗ്രസ് ഹാളാണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ടുള്ളൊരു ബിൽഡിംഗ് തന്നെ. താഴെ കുറേ ചെയറുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം നമുക്ക്. അതിൻ്റെ റൂഫൊക്കെ കണ്ടില്ലേ, അടിപൊളി ഇൻറ്റീരിയർ, ഒട്ടും മോശമാക്കാത്ത മാതിരിയുള്ള അടിപൊളി ബിൽഡിങ്ങുകൾ, അടിപൊളി പില്ലറുകൾ. ഈ ആർട്ട് വർക്കും പെയിൻറ്റിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് നല്ലൊരു ബുക്കിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി. താഴത്തെ ഇവിടെ നിന്ന് അധികം സംസാരിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക്. വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കണം എന്ന് അവിടെ പ്രത്യേകിച്ചൊരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. അമൂല്യമായ പല ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് വായിക്കുകയും ചെയ്യട്ടോ, നോക്കാം നമുക്ക്. പക്ഷെ നമ്മൾ റിസർച്ചൊന്നും നടത്തുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിതൊന്ന് കണ്ടു. ഇത് കണ്ടില്ലേ, ഈ താഴെ കാണുന്നതൊക്കെ ബുക്കുകളാണ്. ഇനി ഫോട്ടോ എടുക്കുന്നതിനോ അങ്ങനെയൊന്നും ഒരു പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടു ഏകദേശം ഒരു 2-3 മണിക്കൂർ നേരം കറങ്ങാനുള്ള ഫുള്ളുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗൈഡിൻ്റെ ഒരു ഗ്രൂപ്പ് ടൂറാണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ. ഗൈഡ് വരും. അപ്പോൾ അവരെ കൂടെ പോയാൽ മതി നമുക്ക്. നമ്മളെ ഗൈഡിനെ ഞാൻ നേരത്തെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തരും, ഡീറ്റെയിലുകളൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ അവരുടെ കൂടെ ആകുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വഴി തെറ്റി പോകുന്നൊന്നുമില്ല, അങ്ങോട്ട് പോകണം കൊണ്ട്. അപ്പോൾ ഓരോ ഓർഡറിൽ തന്നെ പോയിട്ട് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് കണ്ടത് നമ്മൾ ലൈബ്രറി കോൺഗ്രസ്. അമൂല്യമായ ബുക്കുകളുടെ വലിയൊരു ശേഖരം. നമുക്ക് ആ റിസർച്ചൊക്കെ നടത്തുന്നവർക്ക് വേണമെങ്കിൽ അത് പ്രത്യേകിച്ച് തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയിട്ടൊക്കെ ബുക്ക് പരിശോധിച്ച് വായിച്ച് പഠിക്കാനൊക്കെ ഉള്ള സൗകര്യം. നമ്മളൊരു റിസർച്ച് നടത്താത്തതുകൊണ്ട് നമ്മൾ വേഗം കണ്ട് പുറത്തിറങ്ങി. നല്ല തണുപ്പിലേക്ക് തന്നെ വീണ്ടും എത്തി. 5 ഡിഗ്രിയിലാണ് ഇപ്പോൾ കാണുന്നത്. നല്ല -5 ആണ് കേട്ടോ. നല്ല ഉച്ചയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും നോക്കണം. ക്യാപിറ്റോൾ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ലഞ്ചൊന്നും കഴിച്ചില്ല, ലഞ്ച് കഴിക്കണം. നമ്മൾ ഇറങ്ങിയത് വൈറ്റ് ഹൗസിലേക്കാണ്. പക്ഷേ ക്യാപിറ്റോളോട് കൂടി നമ്മളെ സമയം മിക്കവാറും തീരുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും അടുത്തൊന്നും ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ളതൊന്നും കാണാനില്ല. അപ്പോൾ കുറേ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏത് തട്ടുകടയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. തട്ടുകടയല്ല, ട്രക്കിൽ ഫുഡ് വിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവിടേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നടക്കുന്ന വഴികളൊക്കെ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഐസിൽ ഇവിടെയൊക്കെ ഗ്രാസുള്ള സ്ഥലമായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഐസ് കൊണ്ട് മൂടി കിടക്കുകയാണ്. നേരെ ബാക്കിൽ നമുക്ക് നമ്മളിപ്പോൾ പോയ ക്യാപിറ്റോൾ ബിൽഡിംഗ് കാണാം. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഐസ് വീണ് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ -5 ആണ് ടെമ്പറേച്ചർ കേട്ടോ. നല്ല തണുപ്പുണ്ട്. ജാക്കറ്റിൽ നിന്ന് ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. എൻ്റെ വായ ഇങ്ങനെ കൂട്ടി അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഗേറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് അവരെ വലിയൊരു ഏരിയ. ഇപ്പൊക്കെ ഞാൻ നടന്നുകൊണ്ടിരുന്നത് ശരിക്കും ക്യാപിറ്റോൾ ഏരിയൻ്റെ ആ ഭാഗത്തൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുക,
പുറത്ത് പോവുക. അതിന് ശേഷം നമ്മൾ പോകുന്നത് വൈറ്റ് ഹൗസിലേക്കാണ്. അപ്പോൾ ഈ സീനുകളൊക്കെ ഇവിടെ അവസാനിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വൈറ്റ് ഹൗസ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.